കുട്ടികളിലെ ശാസ്ത്രാഭിരുചിയെ വളർത്താൻ പറപ്പൂക്കര പന്തല്ലൂർ ജനതാ യു പി സ്കൂളിൽ ലിറ്റിൽ സയന്റിസ്റ്റ് സയൻസ് ലാബ് പ്രവർത്തനം ആരംഭിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കാർത്തിക ജയൻ അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഡയറക്ടർ പി ഷൈജു, ഇന്ദ്രജിത്ത് കാര്യാട്ട്, പഞ്ചായത്ത് അംഗം കെ കെ രാജൻ, പ്രധാന അധ്യാപിക എൻ എസ് അനില, പി ടി എ പ്രസിഡന്റ് അജിമോൾ ഷാബു, SSG അധ്യക്ഷൻ മോഹനൻ വടക്കേടത്ത്, സ്റ്റാഫ് സെക്രട്ടറി പി ആതിരകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ക്യൂരിഫൈ റിസർച്ച് ലാബ് ആൻഡ് സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി കുസാറ്റിന്റെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പറപ്പൂക്കര യൂണിറ്റിന്റെയും സഹായത്തോടെയാണ് ലിറ്റിൽ സയന്റിസ്റ്റ് സയൻസ് ലാബിലെ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. കുട്ടികളിലെ ശാസ്ത്രാഭിരുചിയെ ഉണർത്തുന്നതിനും പാഠപുസ്തകങ്ങളിലെ ശാസ്ത്രഭാഗങ്ങൾക്ക് നിരീക്ഷണ പരീക്ഷണ അനുഭവങ്ങൾ സാധ്യമാക്കുന്നതിനും ഉതകും വിധമാണ് ലാബ് സജ്ജീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ജനത LP UP സ്കൂളിൽ ഇത്തരത്തിൽ പുതിയതായി ഒരു സംവിധാനം കൂടി ലിറ്റിൽ സയന്റിസ്റ്റ് സയൻസ് ലാബ് കൂടി പ്രവർത്തനം ആരംഭിക്കുകയാണ്. വളരെ വൈവിധ്യമാർന്ന നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ഈ വിദ്യാലയത്തിൽ നോക്കര സുഭദ്ര പന്തല്ലൂരിന്റെ ഓർമ്മയ്ക്കായി അവരുടെ കുടുംബാംഗങ്ങൾ സജ്ജമാക്കിയിട്ടുള്ള ഇതാണ് പരിശീലിക്കേണ്ടത്. ആദ്യം അവർക്ക് വേണ്ടത് ഈ ഒരു പ്രോസസ്സാണ്, ഈ ഒരു പ്രവർത്തന രീതിയാണ് അവർ പരിശീലിക്കുന്നത്. പക്ഷെ നമ്മൾ നിർഭാഗ്യവശാൽ ഇപ്പോഴും ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉള്ള അറിവുകൾ, ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും അവസാനത്തെ വാക്കായിട്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ ടെക്സ്റ്റ് ബുക്കിലൂടെ നമ്മൾ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് അവർ മിനിമം ഏറ്റവും കുറഞ്ഞത് ഈ അറിവെങ്കിലും ലഭിച്ചിരിക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു കൗതുകം നടത്തുന്ന ഒന്നാണ്. ടീച്ചർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിലെല്ലാം സയൻസ് ലാബുകൾ ഉണ്ടാവണം. പറപ്പൂക്കര പഞ്ചായത്തിലെ ഏറ്റവും മികച്ച സ്കൂളുകളിൽ ഒന്നായ പന്തല്ലൂർ ജനതാ സ്കൂളിലേക്ക് നമ്മുടെ കുട്ടികളുടെ ലാബുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾ വീട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുതായി അന്നേരം ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പരീക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത്. കുട്ടിക്ക് മണലിനെ കുറിച്ചോ കടലിലെ തിരമാലകളെ കുറിച്ചോ ആകാശത്തെ കുറിച്ചോ ഒക്കെ എത്ര പറഞ്ഞു കൊടുത്താലും എങ്ങനെ വർദ്ധിച്ചാലും നേരനുഭവങ്ങൾ ഉണ്ടാകില്ല. അതിന് ഏറ്റവും നല്ലത് നമ്മൾ നേരിട്ട്